ഒന്നും രണ്ടും പറയുമ്പോ ഒരാവേശന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നാ ഇനി ഒരാവേശന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ പെൺകുട്ടിയേക്ക്? കെട്ടിയോന്റെ കാലടിച്ചോട്ടിലാ പെണ്ണിന്റെ സ്വർഗം. ഇത്താത്ത ഒന്ന് സന്തോഷിച്ചു കാണാൻ എത്ര ആള് കണ്ണീര് കുടിച്ചെന്നറിയോ? ഇപ്പോഴും അത് പറ്റിയിട്ടില്ല. കടവത്തെ കാവൽപ്പുരയിലും പള്ളിയിലും ആ കണ്ണീര് വീഴുന്നുണ്ട്. ഇവിടെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഷക്കിലാന്റെ ഒപ്പം വേണ്ട. എന്റെ കെട്ടിയനാന്നും പറഞ്ഞ് ഇനി മുറി വരരുത്. ഷക്കീലാനെ ഞാൻ മൊഴി ചൊല്ലൂല. അബ്ദൂന് പഠിച്ചവനൊക്കെ ഇഷ്ടം എന്റെ ഷക്കീലാനെ. കുട്ടിമൂസേ, ഈറി മുറിച്ച മയ്യത്താണ്, വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. മയ്യത്തെടുക്കാൻ പോവാ. കാണാത്തവരാരെങ്കിലും വന്ന് കണ്ടോളി.
റബ്ബ് തന്ന റൂഹ് സമയമാകുമ്പോ ഓൻ തന്നെ തിരിച്ചെടുക്കും. നമ്മൾ അടിയാന്റെ അടുത്തല്ലേ കണക്ക് തെറ്റുള്ളൂ. എന്നാലും ഇത്ര ഇങ്ങോട്ട് വിചാരിച്ചില്ല. മരിച്ചു പോയതിന്റെ സങ്കടം കുറെ കരഞ്ഞാലെങ്കിലും തീരും. മാനം കെട്ടല്ലോടോ. അതെന്ത്? നസീമാന്റെ കാര്യം വാക്ക് പറഞ്ഞല്ലേ, എന്ത് ചെയ്യും? ഒരു വസ്തു ചെയ്യാനില്ല, വേഗം അങ്ങോട്ട് കൂട്ടി ഏൽപ്പിച്ചു കൊടുക്കന്നെ. കമ്മിറ്റി മെമ്പർമാരെ വില കൊടുത്ത് വാങ്ങിയിട്ടെങ്കിലും പ്രസിഡന്റ് ആകുമെന്ന് വിചാരിച്ചു. അൻപോടെ അടുത്ത് പറഞ്ഞില്ലേ മാങ്ങന്റെ പുളി? ഞാൻ അന്നേ പറഞ്ഞതാണ് കണ്ണ് കണ്ട് അതും ഇതും വിളിച്ചു പറയണ്ടാന്ന്. അല്ല അതിപ്പോ നിങ്ങളും പറഞ്ഞിട്ട് പലല്ലാന്ന് കൂട്ടിക്കോളെ. ഫക്രുദ്ദീൻ ഹാജിനെ ആജീവനാന്തം പ്രസിഡന്റ് ആയിട്ട് പണ്ടേ തെരഞ്ഞെടുത്തതാണെന്ന് പടച്ചോനിക്കല്ലാണ്ട് ആർക്കറിയും? പടച്ചോനല്ലോ തെരഞ്ഞെടുത്തത്. ഈ മഹലിലെ കുറെ താഴേപ്പിക്കണ്ട. പള്ളിക്ക് സ്ഥലം കൊടുത്തതും പള്ളി എടുപ്പിച്ചതും മൂപ്പരാണല്ലോ. സ്വാലിയായ അമലുവാണ്. അതുകൊണ്ട് മൂപ്പർ ഉള്ള കാലം വരെ പ്രസിഡന്റ് മൂപ്പർ തന്നെയാണ് അന്നത്തെ കമ്മിറ്റിക്കാരെ ഇത് റെക്കോർഡാക്കി. അതൊരു തെറ്റല്ലല്ലോ. ഇങ്ങനെ അലാക്കുള്ള ഓരോ അനക്ക് നേരത്തെ അറിയില്ല. അതിന് ഞമ്മക്ക് രണ്ടാക്കും വെള്ളിയറിനാളും വെള്ളിയാഴ്ച ഒന്നിച്ച് വന്നാൽ തന്നെ പള്ളിക്ക് ഒരു നല്ല ശീലമുണ്ടോ? അത് വിട്. പറഞ്ഞ വാക്കിന് ജമാല് വന്നാ നിങ്ങൾ ഈ വാശി വിടീന്ന്. നസീമാന്റെ മനസ്സിലിപ്പം നിറച്ചും ജമാലാണ്. ചെറുപ്പക്കാര് കുട്ടികളാണ്. തുമ്പിനെ വേണമെന്ന് പറഞ്ഞാൽ പകരം ദുനിയാവ് മുഴുവൻ കുപ്പിയിലാക്കി കൊടുത്താലും ഓൽക്ക് തീർപ്പതിയാവില്ല. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി ഇത് നിങ്ങൾ അങ്ങോട്ട് നടത്തി കൊടുക്കി. ഷക്കീലാന്റെ കാര്യത്തിൽ തന്നെ വന്ന നഷ്ടം ഇനിയിപ്പോ തീർത്താ തീരുവോ? ഇക്കന്റെ സ്വത്തിനും മുതലിനും ഒക്കെ അവകാശമായിട്ട് ഓളൊന്നല്ലേ ഇനി ഉള്ളൂ. ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. വലിയകത്തേക്ക് നമ്മൾ മീനും കൊണ്ട് പോണം. കുട്ടികളുടെ സന്തോഷം എന്താച്ചാ അതിന് എന്റെയും സന്തോഷം. പക്ഷെ ഇത് ഒന്നുമില്ല, വലിയ ആളും ബഹളും ഒന്നുമില്ലാതെ ജമാല് പോയി ഓളം കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാ, അത്ര തന്നെ. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാവുന്ന സമയമൊക്കെ താമസിച്ചു പോയില്ലേ. ഞമ്മടെ വിധിപ്രകാരം ഇനിയൊരു നിക്കാഹ് കഴിക്കാതെ അതിന് പറ്റൂലല്ലോ. നസീമാനെ മറ്റാരെങ്കിലും കെട്ടി അയാളും സ്വമനസാല ഒഴിഞ്ഞെങ്കിലല്ലേ ജമാലിനോളെ രണ്ടാമത് നിക്കാഹ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാപ്പോ വലിയ കാര്യം. ആരെങ്കിലും ഒരുത്തനെ പിടിച്ച് ചടങ്ങ് നിർത്തിച്ച് ഒരു ഇടക്കിട്ടിച്ച് ഓണിക്ക് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കി ഒരു റെക്കോർഡ് ഉണ്ടാക്കിച്ചാ പോരെ? പടച്ചോൻ വെറുത്ത ഒരു ഏർപ്പാടാത്. പടച്ചോൻ പുറത്തോളും, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. ആ ഇപ്പൊ പൊരയിലേക്ക് ഞാൻ പോരുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇടക്കെട്ട് കെട്ടാനും ചടങ്ങ് നിൽക്കാനും ഒക്കെ ഇക്കാലത്ത് ആളെ കിട്ടുവോ? മെമ്പർ കുട്ടിമൂസ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് അതേ ഒരു ബൈ കാണുന്നുള്ളൂ. ആ ഞമ്മളെ അബ്ദുനെ വിളിച്ച ഒന്നും വന്നോളൂ. വേണ്ട. വേണ്ടാന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യം നടക്കണ്ടേ? ഞാൻ ഒരു പേരില് എന്റെ കുട്ടി കഷ്ടപ്പെടണോ? എന്തായാലും അത് നടക്കൂല. ഒരിക്കൽ പറഞ്ഞു വിട്ടതല്ലേ, ഇനി വിളിച്ചാവും വരുമെന്ന്. ആ തോണിക്കാരൻ സേതുക്കാനെ കൊണ്ട് പറയിപ്പിച്ചാല് കാര്യം നടക്കുന്ന മെമ്പർ പറഞ്ഞ്. ഞമ്മള് തീറ്റിപ്പോറ്റി വളർത്തിയല്ലേ, ഓം വരാതിരിക്കൂല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈ വൈക്ക് അറിയാലോ എന്റെ സ്ഥിതി. ഒന്നിനെ കൊണ്ടുപോയി മണ്ണിൽ വെച്ച്. കണക്ക് പടപ്പുകൾക്കേ തെറ്റുള്ളൂ, പടച്ചോന് തെറ്റൂല. ആചാരെ വിതച്ചത് കൊയ്യ. അള്ളാനോട് മാപ്പിനെ തേട്. ആട്ടെ, വന്ന കാര്യം പറഞ്ഞില്ല. ഫക്രുദ്ദീൻ ഹാജിന്റെ മോനും എന്റെ നസീമും തമ്മിലുള്ള നിക്കാഹ് നടക്കണം.
നടക്കണം സൈദക്ക. തോന്നുമ്പോ കൊടുക്കാനും എടുക്കാനും പറ്റുന്ന ഒരു കച്ചവടമല്ല നിക്കാഹും തലാക്കും അല്ല. ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാ വന്നേ. എന്റെ കുട്ടി ജീവിക്കണം. ഒരിടക്കെട്ട് നടന്നില്ലെങ്കിൽ ഇനി നസീമാന് ജമാലിന് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പറ്റൂല. അതിന് ഇക്കാലത്ത് ഒരാളെ കിട്ടുമോ? ഒരാളുണ്ട്, നിങ്ങൾ പറഞ്ഞാ കേക്കും. ആരത്? അബ്ദു. അബ്ദുവോ? ചടങ്ങ് നിൽക്കാനോ? നിങ്ങൾക്കിത് പറയാൻ മനസ്സ് വന്നല്ലോ. ചടങ്ങ് നിൽക്കുന്നവരും നിർത്തുന്നവരും അള്ളാഹുവിന്റെ മുമ്പിൽ ശപിക്കപ്പെട്ടവരാണെന്നാണ് നബി തിരുമേനി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോ ഓനോടൊന്ന് പറയോ? ഒരു കാലത്ത് ആശയും പൂതിയും കൊടുത്ത് വളർത്തി അവസാനം നിങ്ങൾ തന്നെ ഓട്ടമുക്കാല് പോലെ വലിച്ചെറിഞ്ഞ ആ പാവത്തിനെ കൊണ്ട് തന്നെ വേണം ഈ ശപിക്കപ്പെട്ട ജോലി ചെയ്യിക്കാൻ. ഈ മണപ്പുറത്ത് പണ്ട് വീടിയും വലിച്ച് നിങ്ങളെ കൂടെ മാനം നോക്കി കിടന്ന പഴയ മൊയ്തീൻ കോയ വീടിനടുത്ത് കിടന്ന് കൈനീട്ടുകയാണ്. എന്നെ ചവിട്ടിത്തേക്കരുത്. നമ്മൾ പോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അള്ളാഹു വെറുത്ത കാര്യം. പക്ഷേങ്കില് ഇജത് ചെയ്ത ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കിട്ടും മോനെ. സഹിക്കാം മോനെ. അവനവന്റെ കഷ്ടവും നഷ്ടവും മറന്ന് മറ്റുള്ളവന്റെ കണ്ണീരൊപ്പാനാണ് അള്ളയും റസൂലും പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ കേക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതും കൊണ്ടാണ് ആജിയാർക്ക് ഞാൻ വാക്ക് കൊടുത്തത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹ്. ഷക്കില, അബ്ദുന് ആരോടും ചോദിക്കാനില്ല, അന്നോടല്ലാതെ. നാളെ പോവാ നസീമാനെ കിടക്കട്ട് കേട്ടാൻ. ഓളും കൂടി ഇവിടെ വന്ന് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. പടച്ചും പുറത്തോളും. വരുന്നുണ്ട്. വാ വാന്ന് ഇതുകൊണ്ടേ മാറ്റി വാ. കുടിക്കുന്നു ചെല്ല്. എന്റെ മകൾ നസീമ എന്നവളെ, എന്റെ മകൾ നസീമ എന്നവളെ 1 പവൻ സ്വർണവള മഹറിന് പകരമായി, 1 പവൻ സ്വർണവള മഹറിന് പകരമായി അബ്ദു എന്നവർക്ക്
അള്ളാഹുവിനെ സാക്ഷി നിർത്തി അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഇണയാക്കി തുണയാക്കി ഹലാലായ ഭാര്യയാക്കി പൊരുത്തപ്പെട്ട് നിക്കാഹ് ചെയ്തു തരുന്നു. ഇണയാക്കി തുണയാക്കി ഹലാലായ ഭാര്യയാക്കി പൊരുത്തപ്പെട്ട് നിക്കാഹ് ചെയ്തു തരുന്നു. ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എന്നാ വേണ്ടത്? മൊയ്ച്ചൊല്ലി ഒഴിയേ. ദിവസം എന്നെ അറിയിച്ചോളാം. ഓനെത്തി, നീ നേരം കളയണ്ട. ആ, വാ, കേറി വാ. വേവ് ഇത്തിരി കുറവാ. ആ, അപ്പോളേ നെയ്ച്ചോറും കൂട്ടാനൊക്കെ തെല്ല് വെക്കായിക്കോട്ടെ. മൊയ്യ് ഒപ്പിട്ട് വാങ്ങി ഉടനെ മൂല്യർക്കും കൂട്ടർക്കും പോകേണ്ടതാ. നസീമാനെ ഈ മൊയ്യല്ലേ നാറിക്കാലിലൊന്ന് എഴുതി ഒപ്പിട്ടാളാ. ഒപ്പിട്. റിക്കാർഡിൽ ഒപ്പിട്. നേരം കളയണ്ട, ഒപ്പിട്ട് വയ്ക്കോ. മോനെ കാത്തിക്കാണോരൊക്കെ വേഗം ഒപ്പിട്ടൂട്. എന്നോടാ പറഞ്ഞേ. പഠിച്ചോനെ വിചാരിച്ച് ഈ പറയുന്നത് അനുസരിച്ച് അജു. ഒപ്പിടൂല. അബ്ദോ, ഒപ്പിട്ട് പോവാണ് എനിക്ക് നല്ലത്. ഞാൻ ഒപ്പിടൂല. ആഹാ. കൊല്ലും ഞാൻ. നീ കേട്ട ഹിമാറേ, നിന്നെ മാനം കെടുത്ത കൊല്ലും ഞാൻ.
ഒപ്പിടരുത്. ഞാനാ പറഞ്ഞ എന്റെ മൊഴി ചൊല്ലരുതെന്ന്. നിങ്ങളെല്ലാരും ഇവിടെ തച്ചു വന്നാലും എന്റെ കെട്ടി എന്റെ മൊഴി ചൊല്ലൂല്ല. അന്റെ ബാപ്പയാണ് പറയണത്. മൊയ്തീൻ കോയ ചൊല്ലിക്കും, ഇല്ലെങ്കിൽ കൊന്ന് കുഴിച്ചു കൊടുക്കണ്ടേ. അള്ളാന്റെ റസൂലിനെ സാക്ഷി നിർത്തി നീ നിക്കാഹ് ചെയ്ത് ഹലാലായ എന്റെ കെട്ടിനാണിത്. നീ ഞങ്ങളെ വേർപെടുത്താൻ അള്ളാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. വരുമ്പോട്ടോളാ ഇയ്യ് പറഞ്ഞാലേ അവൻ ഒപ്പിടുള്ളൂ. പറയേ എന്നിട്ട് എന്തിനാ ആരുടെ വാശിക്ക് നിന്നു കൊടുത്ത് ഒരിക്കൽ എന്നെ മൊഴി ചൊല്ലിയ കെട്ടുകൊള്ളാകാനോ? നിങ്ങൾക്കൊക്കെ തോന്നുമ്പോ തോന്നുമ്പോ നിക്കാഹിന് തലാക്ക് നിന്നാരെ കിട്ടൂല. അല്ലേ എന്താണ് മാനം കെടുത്തിയ കൊല്ലിഞ്ഞ് കൊല്ലും. ഒപ്പടാ ഒപ്പടാ നായിന്റെ മോനെ. വേണ്ടേക്കാ മരിക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. വിടൂല, ഞാൻ വിടൂല. ഇതാന്താണ് ഹിമാറ്. എന്താ കാണിച്ചു? കൊണ്ടുപോകുന്ന മുമ്പിൽ എന്തായാലും കാണിക്കില്ല. വേണ്ട തല്ലണ്ട. അടുത്ത് വരരുത്, അടുത്ത് വരരുത്. കൊല്ലും, അബ്ദു എല്ലാരെയും കൊല്ലും. കൊല്ലും, അബ്ദു കൊല്ലും, എല്ലാരെയും കൊല്ലും. അതാ അതാ